തണ്ണീർമത്തൻ്റെ ക്ലൈമാക്സ് ആദ്യം ഗിരീഷ് ഷൂട്ട് ചെയ്ത സംഭവം അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് വർക്കായില്ല. ക്ലൈമാക്സ് ഇപ്പോഴും ഞങ്ങളുടെ ഇരിക്കുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ വരികയാണെങ്കിൽ ഞാൻ ഒരു 60 ലക്ഷം രൂപ വരെ ഇതിന് ഇറക്കാം എന്ന് പറഞ്ഞു. പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പടം വരെ നിർത്തിയിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പടം റിലീസായതിനു ശേഷം ഒറ്റ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എൻ്റെ പടങ്ങൾ എളുപ്പം ഫൈറ്റാണ്. ഇപ്പോൾ ഞാൻ സലാറിൻ്റെ ഫൈറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദസറയുടെ ഫൈറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്രണ്ട്സാണ് അൻപർ. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അങ്ങനെ അത് ചെയ്യാറുണ്ട്. മാർക്കോ ഫുൾ ആക്ഷൻ പടമാണ്, മോസ്റ്റ് വയലൻറ്റ് മൂവിയാണ് സത്യം പറഞ്ഞത്. ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഹനീഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ട എല്ലാ കൊറിയൻ പടത്തിലും കൂടിയിട്ട് ഇത്രയും വയലൻസ് ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്പർ ഓഫ് കട്ട്സ് അങ്കമാലിയിലും ടർബോയിലും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടർബോ ആയിരിക്കും കൂടുതൽ. രാജ്ബി ഷെട്ടി ആ പടം ചെയ്യാൻ കാരണം ആ സീനായിരുന്നു. ട്രെയിലർ ശരിക്കും നല്ല സമയം എടുത്ത് ചെയ്യേണ്ട, കാരണം നമ്മൾ തിയേറ്ററിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ളൊരു ഇൻവിറ്റേഷനാണ് സാധനം. അപ്പം അത്രയും സമയം ഉണ്ടാവാറില്ല. പിന്നെ ഒരുപാട് ഒരു സിനിമ ചെയ്യുന്ന അത്രയും തന്നെ പണിയുണ്ടാവും ചിലപ്പോൾ ട്രെയിലർ ചെയ്യുമ്പോൾ. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യും, അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. കേളു, മണിയൻ, അജയൻ, 3 കഥാപാത്രങ്ങൾ, 3 കാലഘട്ടങ്ങൾ. തിയേറ്ററിൽ നിറഞ്ഞോടുന്ന അജയൻ്റെ 2ാം മോഷണം എന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദാണ് ഇന്ന് മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ഇപ്പോൾ 3 കാലഘട്ടങ്ങളിലൂടെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതും നോൺ ലീനിയർ ആയിട്ട് തന്നെ പോകുന്നു. അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ കാലഘട്ടങ്ങളും വ്യക്തമായിട്ട് പ്രേക്ഷകന് മനസ്സിലാകണം. അത് ഓരോ കാലഘട്ടം, ഇന്ന കാലഘട്ടം, ഇത് കേളുവിൻ്റെ കാലഘട്ടം, ഇത് മണീൻ്റെ കാലഘട്ടം, ഇത് അജയൻ്റെ കാലഘട്ടം എന്ന് മനസ്സിലാകണം. എന്നാലും അതിന് വലിയ ട്രാൻസിഷനോ അങ്ങനെയുള്ള വലിയ എഫക്റ്റുകളൊന്നും തന്നെ ഷമീർ യൂസ് ചെയ്തിട്ടുമില്ല. എന്തായിരുന്നു അതിൻ്റെ ഒരു ടെക്നിക്ക്? ഇത് ഈ കാലഘട്ടങ്ങൾ പ്രേക്ഷകനെ വ്യക്തമാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇത് ബേസിക്കലി ഇതിൻ്റെ സ്ക്രിപ്റ്റിലുള്ള കഥയുടെ ഓർഡറും നമ്മളിപ്പോൾ വന്നിട്ടുള്ള സിനിമ നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിനുള്ള മണിയൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലത്തെ സീനാണ്. അതുപോലെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത് ജിതിനും സുജിത്തേട്ടനും അതിൻ്റെ റൈറ്ററും അവർക്ക് എന്നിലുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചേട്ടാ ഇതാണ്, ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജിതിനും ചോദിക്കും. ജിതിനും ഇപ്പോൾ ഒരു പടം വന്നിട്ട് നമ്മൾ ഡബ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒരു വേർഷൻ എഡിറ്റ് ചെയ്തു സീൻ ഓർഡറൊക്കെ മാറ്റിയിട്ട് അത് കഴിഞ്ഞ് ചോദിക്കും, ഇനിയിപ്പോൾ ചേട്ടൻ വീണ്ടും മാറ്റില്ലേ, അടുത്തത് വരുമ്പോൾ വീണ്ടും മാറില്ലേ. അപ്പോൾ ആ ഒരു ഫ്രീഡം ആ പടത്തിന് എനിക്ക് നോർമലി ഇത്രയും വേറൊരു പടത്തിന് കിട്ടിയിട്ടില്ല സത്യം പറയാ വെച്ചാൽ. അതുകൊണ്ട് ഇത് ഈ പടം ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് 4 മണിക്കൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു പടം. അപ്പോൾ ഇതിൽ മണിയൻ ആണ് എനിക്കും അതിൽ ആൾക്കാർക്ക് കൂടുതൽ ഹുക്കാവെന്ന് തോന്നിയ ഒരു ക്യാരക്ടർ. അപ്പം മണിയൻ്റെ മാക്സിമം ട്രിം ചെയ്യാണ്ട് ഉള്ള സാധനങ്ങൾ ഫുള്ള് കീപ്പ് ചെയ്തിട്ട് അത് മറ്റ് കഥകളുടെ ഇടയിൽ ബ്ലെൻഡ് ആവുന്ന പോലെ പുതിയൊരു ഓർഡർ ഉണ്ടാക്കി പ്ലേസ് ചെയ്യുക ചെയ്തത്. അതിലൂടെ കാരണം ഇപ്പോൾ അജയൻ ഒരു സാധാരണ മനുഷ്യനാണ്. അജയൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറേ നേരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മറ്റേ മണിയൻ്റെ ഒരു സീൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞില്ല. കാരണം കട്ട് ചെയ്ത് മാറ്റി വെച്ച സീനൊക്കെയാണ് ഇപ്പോൾ പടം കണ്ടുള്ളവർക്ക് മനസ്സിലാവും. ഇവനെ വന്ന് കൈ പിടിച്ച് കയറ്റുന്ന സമയത്ത് മണിയൻ്റെ ഒരു ഡയലോഗ് വരും. അതൊക്കെ വേറെ പല സ്ഥലത്തൊക്കെ എടുക്കേണ്ടായിരുന്ന സീൻസുകളായിരുന്നു. അതേപോലെ ഇൻ്റർവെൽ തൊട്ട് അങ്ങോട്ട് പുതിയൊരു ഓർഡറാണ് ഈ പടത്തിന് ഇതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്ലൈമാക്സിൽ അജയൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഇൻ്റർകട്ടായിട്ട് ആയിരുന്നു മറ്റേ മണിയൻ്റെ ഫൈറ്റും സെയിം 2 സ്ഥലത്ത് നടക്കുന്ന പോലെ. പക്ഷെ അത് അത്രയും നല്ല ഫൈറ്റ് കണ്ടപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇത്രയും അറ്റൻഷൻ കിട്ടില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞത് സെപ്പറേറ്റ് ഒരു ഫൈറ്റായിട്ട് അത് വീണ്ടും ഓർഡർ മാറ്റി അങ്ങനെ മാറി ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയത്. അത് അല്ലാതെ അത് പ്ലാൻഡ് അല്ല. ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഫൈറ്റ് സത്യത്തിലില്ല ഫസ്റ്റ് സ്ക്രിപ്റ്റിൽ, അങ്ങനെയാണോ? അതായത് അങ്ങനെയല്ല. ഈ മണിയൻ്റെ ഫൈറ്റായിട്ട് ഇങ്ങനൊരു സിംഗിൾ ഒരു ഏരിയയിൽ ഇത്രയും ഉള്ളൊരു ഫൈറ്റില്ലേ, അതങ്ങനെയായിരുന്നില്ല. അജയൻ്റെയും മണിയൻ്റെയും ഫൈറ്റ് കൂടെ ഇൻ്റർകട്ട് ചെയ്ത് പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ എനിക്കത് സംഭവം ഐഡിയ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനെ പോകുമ്പോൾ മണിയൻ്റെയും അജയൻ്റെയും നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഷോട്ടിൽ മണിയൻ ഓടിക്കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിൽ അതേ സ്ഥലത്ത് അജയൻ ഓടുന്ന കാണിക്കും. അത് ഒരു ഏരിയയിൽ ടെക്നിക്കലി കാണാൻ രസമായിരിക്കും. പക്ഷേ സാധാരണ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇത്രയും കണക്റ്റ് ആവില്ല. ഇപ്പോൾ മണിയൻ്റെ ആൾക്കാർക്ക് ഇത്രയും മണിയനെ ഇഷ്ടപ്പെടാൻ കാരണം ആ ഫൈറ്റൊക്കെ ഒരു സ്ഥലത്ത് തന്നെ വന്ന്
അത് നന്നായി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് അത്രയും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ കുഞ്ഞിക്കേളുവിന്റെ പോർഷൻസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടില്ലെന്നാണ്. കുഞ്ഞിക്കേളു അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് കുഞ്ഞിക്കേളുവിൻ്റെ അത്ര തന്നെ ഉണ്ടായിരുന്നു. ട്രിം ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഇല്ല കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ലൈമാക്സിലെ മറ്റേ സോങ് ഉണ്ടല്ലോ, അതിലും ഇതുപോലെ അജയനെയും മണിയനെയും കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർകട്ട് ചെയ്ത ഒരുപാട് അത് വീണ്ടും റീകണക്ഷൻ പോലെ കുറച്ചായിട്ടിട്ടു. ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വന്ന് നിന്നിട്ട് അജയൻ തിരിയുമ്പോൾ അവിടെ മണിയൻ്റെ ഷോട്ട് വരും. ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ഇടയിൽ വരുമായിരുന്നു. മറ്റേത് ആദ്യം മണിയൻ്റെ കാണിക്കുന്ന സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കൊന്ന് ഇത്രയും കരിയറിനില്ല ആദ്യമായിട്ടായിരിക്കും 3D ഫിലിമിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ലല്ല, ഇത് പ്രോപ്പർ 3Dയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയല്ല. 2Dയിൽ ഷൂട്ട് ചെയ്ത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് അറിവൊന്നും വേണ്ട. അത് പോസ്റ്റിൽ ചെയ്തൊരു പരിപാടിയാണ്. അതല്ലാതെ ഈ ഫസ്റ്റ് നിങ്ങൾ അപ്പോൾ എഡിറ്റ് ചെയ്ത് 2D തന്നെയാണ്? അതെ. ഇത് ആക്ച്വലി 3D ഞങ്ങളെല്ലാവരും കാണുന്നത് റിലീസിൻ്റെ 2 ദിവസം മുമ്പാണ്. ഞങ്ങൾക്ക് ക്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഗിമ്മിക്സ് അങ്ങനെ എഡിറ്റിംഗിൽ കാണിക്കേണ്ട ഒന്നും ചെയ്തിട്ടില്ല സിനിമയിൽ കാണുന്ന. കാരണം നമ്മൾ 3D കണ്ടിട്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്. 3D ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാനുള്ള സംവിധാനം 3Dയിൽ ചെയ്യാന്നുള്ളത് ആരുടെ ഐഡിയ ആയിരുന്നു? ഡയറക്ടറിന്റെ? ഞാനാ പറഞ്ഞ ഫസ്റ്റ് 3Dയിൽ ആ കഥ കേട്ടപ്പോൾ പിന്നെ അവരും അങ്ങനെ ആ ഒരു പ്ലാനിൽ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ ഇതൊരു കുറച്ചധികം കാലഘട്ടം കൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി വന്നൊരു സിനിമയാണ്. അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു വർഷത്തോളം സമയം തന്നെ എടുത്തിരുന്നു ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നാണ്. പോസ്റ്റ് പ്രൊഡക്ഷനില്ല, ജിതിൻ സുജിത്തേട്ടനും ഒരു 7 കൊല്ലമായിട്ടുണ്ടാവും ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒരു 2 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. ഷൂട്ട് തുടങ്ങണൊക്കെ കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറയാം. സാധാരണ മലയാള സിനിമകളിൽ അത്രയും ഒരു വലിയ ടൈം സ്പാൻ ഇല്ല, എടുക്കാറില്ല. കാരണം ജിതിൻ ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ കാണിച്ചു. ഒരു 40 മിനിറ്റിൻ്റെ ഒരു വീഡിയോയിൽ ഈ പറയുന്ന ഫൈറ്റും സീൻസും ഒക്കെ അവൻ 3D പ്രീവ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കാണുന്ന അതേ ആംഗിൾസും അതേ ഷോട്ട്സും അതേ പരിപാടികളൊക്കെ തന്നെയാണ് നമ്മൾ പടത്തിലും മാക്സിമം ഇവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് ആദ്യമേ തന്നെ ഒരുപാട് നാൾ മുമ്പേ ഇവർ പ്ലാൻ ചെയ്ത് ട്രിവാൻഡ്രത്തുള്ള അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു സ്ഥലത്താണ് അവർ അത് ഇപ്പോൾ അവരുടേത് തന്നെയാണ് ആദ്യത്തെ ആ ഉൽക്ക വീഴുന്ന സീൻസൊക്കെ അന്ന് ചെയ്ത പ്രീവിയസ് ഉണ്ടല്ലോ, അത് ക്വാളിറ്റി കൂട്ടി വീണ്ടും റെൻഡർ ചെയ്ത് ഔട്ട് എടുത്താണ് അതിൽ പടത്തിൽ വരുന്നത്. ഇപ്പോൾ ഈ പ്രീവിയസ് ചെയ്യുന്നത് എത്രത്തോളം ഒരു എഡിറ്റർ എന്ന രീതിയിൽ ഗുണം ചെയ്യുന്നു? കാരണം എഡിറ്റർക്കല്ല അത് ഗുണം ചെയ്യുന്നത്, ആവശ്യമില്ലാതെ നമുക്ക് ഷൂട്ട് ചെയ്യൽ കുറച്ച് കുറയ്ക്കാൻ പറ്റും. കാരണം പ്രീവിയസിൽ നമുക്ക് കണ്ട നമുക്കതിലൊരു ഡ്യൂറേഷൻ മനസ്സിലാവും, ആംഗിൾസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളൊരു സീൻ പ്രീവിയസ് ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ആക്ടിവിറ്റീസും മൂവ്മെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ക്യാമറ എങ്ങനെ വേണമെങ്കിൽ ആംഗിൾസ് ഫിക്സ് ചെയ്യാം, ഒരു ക്യാമറമാനും DOPക്കും ഒക്കെ പോയിട്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആക്ഷൻസ് ഉള്ള സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഷോട്ട്സ് മാത്രം കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ എഡിറ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് ഗുണം ചെയ്യാറില്ല? ഇല്ല അനാവശ്യ ഷോർട്സ് വന്നാലും ഇപ്പോൾ പ്രീവിയസ് ചെയ്താലും ഷോർട്സ് ചിലപ്പോൾ കൂടുതലൊക്കെ വരും. അതിന് ഇതായിട്ട് എഡിറ്റിംഗ് ആയിട്ടൊരു ബന്ധമില്ല. ബാക്കി ഏരിയകളിൽ ഷൂട്ടിൻ്റെ സമയത്ത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ സിനിമയിൽ 4-5 ഫൈറ്റ്സ് 4-5 ഫൈറ്റ് സീൻസ് ഉണ്ട്. അപ്പോൾ ഷമീറിൻ്റെ എഡിറ്റർക്ക് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യാൻ താല്പര്യം ഫൈറ്റ് സീൻസ് തന്നെയാണ്. എളുപ്പം ഫൈറ്റ് എഡിറ്റ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ ഈ സിനിമയുടെ ഫൈറ്റ് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ഈ കളരിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോൾ ഈ എഡിറ്റിംഗ് പ്രോസസ്സ് അപ്പോൾ എങ്ങനെയായിരുന്നു? ഈ ഫൈറ്റ് സീക്വൻസസിൻ്റെ ഒരു എഡിറ്റിംഗ്? ഫൈറ്റ് സീക്വൻസിന് അങ്ങനെ എഡിറ്റിംഗ് പ്രോസസ്സ് എന്നൊന്നും പറയാനില്ല. ഇത് എന്താ പറയുക, ഷൂട്ട് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞതോടുകൂടി ഇങ്ങനെ ഡേയ്സ് കുറച്ച് മൊത്തം ഡേറ്റ്സൊക്കെ കുറച്ച് എല്ലാവരും മാറി. ഈ ഫീനിക്സ് പ്രഭു എന്ന് പറഞ്ഞ മാസ്റ്ററായിരുന്നു അത് ആ കളരി ചെയ്തത്. പിന്നൊരു കളരി ആശാനുണ്ട്. ആ കളരിക്കൊക്കെ ഈ എഡിറ്റിങ്ങിനൊക്കെ എല്ലാത്തിനൊക്കെ കൂടുതൽ ടൊവിനോ ഒരുപാട് നാളത് പ്രാക്ടീസ് ചെയ്തു. ഒരു ടൊവിനോ വരുമ്പോഴും പോകുമ്പോഴും അതിൽ വാളും പരിചയമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കണ്ണൂർ ഒരു വീടെടുത്ത് താമസിക്കായിരുന്നു ടൊവിനോ. ആ വീട്ടിൽ ഒരു ഏരിയ മൊത്തം കളരി ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു കളരിയുടെ ആളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അവനെടുത്ത എഫേർട്ടാണ് ആ കളരി അങ്ങനെ ഇരിക്കുന്നത്. കാരണം നമുക്കത് കാണുമ്പോൾ എനിക്കറിയില്ല, സിമ്പിളായിട്ട് ചിലപ്പോൾ തോന്നും, പക്ഷേ അത് അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടില്ല. ഞാനന്ന് രാത്രി ഉള്ളതുകൊണ്ട് അതിൽ ചെറിയൊരു കത്തിയുണ്ട്, ആ കത്തി കൂട്ടി മുട്ടുമ്പോൾ അന്ന് തീ വരും. അതൊക്കെ ആയിട്ട് ചെറുതായിട്ട് പൊള്ളലൊക്കെ ഇടേണ്ടായിരുന്നു അങ്ങനെ. ഇപ്പോൾ അജയ് ചോദിച്ചോട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, ഈ ഫൈറ്റ് സീക്വൻസുകൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ക്രേസ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ അങ്കമാലി താങ്കൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ അജഗജാന്തരം,
ഇങ്ങോട്ട് വരുമ്പോൾ ടർബോ അല്ലെങ്കിൽ കടുവ, ഇപ്പോൾ അജയൻ, ഈ സിനിമകളിൽ പറയുന്ന ഫൈറ്റിൻ്റെ വളരെ രണ്ട് എക്സ്റ്റെൻറ്റിൽ എന്ന് പറയാവുന്ന കൈൻഡ് ഓഫ് ഫൈറ്റ് സീക്വൻസുകൾ, ഒന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ അങ്കമാലി ഭയങ്കര അത്രയും റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളാണ്. ഇപ്പോൾ ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ എന്താ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫൈറ്റ് സീക്വൻസുകളാണ്. അപ്പോൾ ഇത് ഇത്തരം ഫൈറ്റ് സീക്വൻസ് രണ്ട് എക്സ്റ്റെൻറ്റിലുള്ള ഫൈറ്റ് സീക്വൻസുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സിനിമയിൽ എഡിറ്റർ ആവുന്നത് ആദ്യത്തെ പടം ചാർലി. അതിനു മുമ്പ് ഞാൻ കുറേ പടങ്ങൾ സ്പോട്ടൊക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ രാജാതിരാജ എന്ന് പറയുന്ന പടം സ്പോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഫൈറ്റ് മാസ്റ്ററായിട്ട് വന്ന സ്റ്റൺ ശിവ എന്ന് പറഞ്ഞ മാസ്റ്ററാണ്. പുള്ളി ഞാൻ സ്പോട്ട് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് ഈ തമിഴിലും തെലുങ്കിലൊക്കെ ഈ ഫൈറ്റ് മാസ്റ്റേഴ്സും ഡാൻസ് മാസ്റ്റേഴ്സും അവരുടെ സീക്വൻസ് അവർ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുപോലെ ചെയ്യാൻ എൻ്റെ അടുത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ കൂടെ പോകുന്നത് കുറേ തെലുങ്ക് പടങ്ങളും ഹിന്ദി പടവും തമിഴൊക്കെ എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ കനൽക്കണ്ണൻ എന്ന് പറഞ്ഞ മാസ്റ്റർ പരിചയപ്പെട്ട് അയാളുടെ കൂടെ പോയി കുറേ ചെയ്തു. പിന്നെ അൻബറിവിൻ്റെ കൂടെ പോയി, പിന്നെ സ്റ്റൺ ശിവ. അങ്ങനെ ഇവിടെ മലയാള പടത്തിലുള്ളതിനൊക്കെ കൂടുതൽ വലിയ സ്കെയിലുള്ള ഫൈറ്റുകളും ഇതും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ടുള്ളൊരു പരിചയമുണ്ട്. അങ്കമാലി ഡയറക്ഷനിലത്തെ പോലത്തെ ഫൈറ്റ് ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അത് എഡിറ്റിങ്ങിലല്ല നിൽക്കുന്നത്, അതിൻ്റെ കൊറിയോഗ്രാഫിയും അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റും ഈ ആളുടെ കൂടെ തന്നെ ക്യാമറ പോകുന്നു, ആ ഒരു സ്പീഡിൽ ഇതാവുന്നതാണ്. ടർബോൻ്റെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. ടർബോൻ്റെ ആക്ച്വലി ഇങ്ങനത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ റെഫറൻസ് കട്ട് ചെയ്തിട്ട് ഒരു ഫൈറ്റ് ചെയ്തു. ഇപ്പോൾ അതിലത്തെ ഓരോ ഫൈറ്റും ഇപ്പോൾ ചെയ്സ് ആയാലും എല്ലാം ഞാൻ കുറേ പടങ്ങളിലത്തെ ചെയ്സും ഇതും ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു ചെയ്സ് എഡിറ്റ് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ എല്ലാ ഫൈറ്റും അങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ചെയ്സൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ഞാനും ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. പോകുമ്പോൾ നൈറ്റാണ് നമുക്ക് ഷൂട്ടിങ്ങിന് സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ കോയമ്പത്തൂർ ടൗണിലാണ്. ട്രാഫിക്കൊക്കെ തീർന്നിട്ട് കിട്ടുന്ന രാത്രി ഒരു 2 മണി 3 മണിക്കാണ്. അത് അങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് ആ ചെയ്സ് മൊത്തം എടുക്കാൻ പറ്റിയത് നമ്മുടെ ഇങ്ങനെ റെഫറൻസ് വീഡിയോകൾ കാരണം കറക്റ്റ് അതിലത്തെ ഷോർട്സ് മാത്രം എടുത്ത് പോയി. ഈ ടർബോ ഫുൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ ചെയ്സ് മാത്രം ഇങ്ങനെ ചെയ്തു, ബാക്കി ആക്ഷൻസ് ഈ കട്ട് ചെയ്ത് വെച്ച റെഫറൻസ് വെച്ചിട്ട് ഫൈറ്റ് മാസ്റ്റർ അവരുടെ അസിസ്റ്റൻസിന് വെച്ച് ഷൂട്ട് ചെയ്തു ഫസ്റ്റ്. എന്നിട്ട് അതേ സാധനം നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ അങ്കമാലിയിലേക്ക് തന്നെ വന്നത്, അങ്കമാലിയുടെ ഈ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടാണ്, എന്താ പറയുക, ഒരുപാട് ഷോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അങ്കമാലി ശരിക്കും ഫാസ്റ്റ് അല്ല. ഒന്നും കൂടെ എടുത്ത് ശ്രദ്ധിച്ചു, അങ്കമാലിയിലത്തെ ടൈറ്റിൽ സോങ് മാത്രമാണ് ഫാസ്റ്റ് ഉള്ളൂ. ബാക്കി ഷോർട്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ആൾക്കാരുടെ ലെങ്ത്തുള്ള ഷോർട്സ് കൂടുതലാണ് ശരിക്കും. അങ്കമാലിനൊക്കെ ഫാസ്റ്റ് ആയിരിക്കും ടർബോ, അജയനൊക്കെ കട്ട് വൈസ്. പക്ഷേ അങ്കമാലി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മൾ അതിലത്തെ ടൈറ്റിൽ സോങ്ങാണ്. ആ ടൈറ്റിൽ സോങ്ങിൽ ഒരുപാട് ഷോട്ട്സ് ഉണ്ട്. ഇത് വർക്കുന്നു. പിന്നെ അങ്കമാലിയിൽ ചില ഏരിയയിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഷോട്ട്സ് ഉണ്ടാവും. ഇപ്പോൾ മറ്റേ മുട്ടയും ഗീമീൻസ് എന്ന് പറയുമ്പോഴത്തെ കട്ട്സ് അങ്ങനത്തെ ഏരിയയിൽ മാത്രം, കുറച്ച് ഏരിയയിൽ മാത്രം. ഇപ്പം നമ്പർ ഓഫ് കട്ട്സ് അങ്കമാലിയിലും ടർബോയിലും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടർബോ ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ അങ്കമാലി റിലേറ്റ് ചെയ്തതിന് ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീൻ എന്താ പറയുക, വളരെ കെയോസ് എന്ന് തന്നെ പറയാവുന്ന അത്രയും ഗിരീഷ് ഗംഗാധരൻ നമ്മൾ പുറകിട്ട് ഓടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരുന്നുണ്ട്. അതിൽ ഒരു എഡിറ്ററുടെ ഇൻവോൾവ്മെന്റ് എന്താ? ഒന്നുമില്ല, സിംഗിൾ ഷോട്ട് അല്ലേ അത്. ഷൂട്ട് ചെയ്ത് ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ച ഷൂട്ട് ചെയ്യേണ്ടത് തന്നെ അങ്ങനത്തെ ഒരു ഫൈറ്റ്. അത് ഒരു ദിവസം പോയിട്ട് ലിജോ ചേട്ടൻ റിഹേഴ്സൽ ചെയ്യുന്നു, 2ാമത്തെ ദിവസം പോയിട്ട് ആ ഷോട്ട് കിട്ടുന്നില്ല, 3ാമത്തെ ദിവസം 4ാമത്തെ ടേക്കിൽ ആ ഷോട്ട് ഓക്കെ. അതിൻ്റെ ആ ഷോട്ടിൽ ഇപ്പോഴും അതിൻ്റെ എൻഡിലാകുമ്പോൾ ഒരാളുടെ മേത്ത് തട്ടിയിട്ട് ജസ്റ്റ് ക്യാമറ ഇങ്ങനെ ഇളകുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് അങ്ങനെ വെച്ചു. സിമ്പിളാണ്. അത് 11 മിനിറ്റോ എത്രയോ 9 മിനിറ്റോ 11 മിനിറ്റോ അങ്ങനെ എന്തോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പോട്ട് എഡിറ്ററായിട്ട് തുടങ്ങിയെന്ന് പറയും. ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് ഞാൻ വിക്കിപീഡിയയിൽ കണ്ടു. ഒരു സ്പോട്ട് എഡിറ്ററായി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് പിന്നെ ഇങ്ങോട്ടുള്ളൊരു എഡിറ്റിംഗ് കരിയറിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടാകും? അത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഒരു കൊല്ലം 12 പടം വരെയൊക്കെ ചെയ്ത് സ്പോട്ടല്ല എഡിറ്റ് ചെയ്തിട്ടുണ്ട്, റിലീസായിട്ടുണ്ട്. ആ ഒരു സ്പീഡ് കിട്ടുന്ന ഈ സ്പോട്ട് ചെയ്ത സമയത്താണ് നമുക്ക്. ഇപ്പോൾ സ്പോട്ട് എഡിറ്റിംഗ് സമയത്ത് നമ്മുടെ കൂടെ ഡയറക്ടർ വന്നിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ ആക്ടേഴ്സ് വന്നിരിക്കും. അപ്പോൾ ഇവരുടെ അടുത്തൊന്നും മാറിയിരിക്കാനൊന്നും പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ മാറിയിരിക്കാൻ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ ശരിയാണോ ഇതാണോ എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അത് മാറി കിട്ടിയത് ഈ സ്പോട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ലൊക്കേഷനിലും
ലൊക്കേഷനിലാണ് ഇരുന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്ടർ നോക്കുന്ന മോണിറ്ററിന്റെ സൈഡിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. ഈ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ അപ്പോൾ ഈ മോണിറ്ററിൽ നോക്കുന്നൊക്കെ കൂടുതൽ ആൾക്കാർ ഇവിടെയാണ് നോക്കുക. കാരണം സീൻസും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ആദ്യത്തെ സിനിമ ചാർലി എന്ന് പറഞ്ഞല്ലോ, എഡിറ്ററായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും അജയന്റെ രണ്ടാം മോഷണം വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്ട്രെസ് അജയന്റെ കഴിഞ്ഞിട്ട് ഒരു പടം കൂടെ ഇറങ്ങിയായിരുന്നു, കഥ ഇതുവരെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നു. അപ്പോൾ ഇത്രയും സിനിമകൾ എഡിറ്റ് ചെയ്തതിൽ ഒരുപാട് സ്ട്രെസ്, ഒരുപാട് റഷസ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ലൈക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്ക് അങ്ങനെ ഇല്ല. കാരണം ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. പിന്നെ ഞാനൊരു സ്റ്റുഡിയോയിലൊരു ചെയറിലിരുന്ന് അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഒരു രീതിയുമില്ല എനിക്ക്. അങ്ങനെ കുറേ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിസ്റ്റം എടുത്ത്, കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും ഡയറക്ടേഴ്സ്, അവരെയും കൂട്ടിയിട്ട് ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യും, അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും, തിരുമ്പോൾ പോരും. ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫും കൂടെ പോകും. ഇപ്പോൾ പിള്ളേർക്കൊക്കെ വെക്കേഷനുള്ള സമയം വെച്ചാൽ അജയനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു, ജിതിൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഗോവയിലൊക്കെ പോയി അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ ഇതോടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു എഡിറ്ററും ഒരു സിനിമാറ്റോഗ്രാഫറും തമ്മിലുള്ള റാപ്പോ അത് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളൊരു ജോബോനാണോ അതോ മറ്റുള്ളവരോട്ടുള്ള റാപ്പോ എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ജോബോൻ്റെ കൂടെ തന്നെയായിരിക്കും. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൂടുതൽ ജോമൻ്റെ ആയിരിക്കും. ആ ഒരു റാപ്പ് തന്നെ എങ്ങനെയാണ് കാണുന്നത്? ഒരു എഡിറ്റർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും തമ്മിലുള്ളൊരു ബോണ്ടാണ് അങ്ങനെ. അത് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയത് ഞങ്ങളുടെ ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്ത സമയത്താണ്. തണ്ണീർമത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇട്ടിരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ തണ്ണീർമത്തിൻ്റെ ക്ലൈമാക്സ് ആദ്യം ഗിരീഷ് ഷൂട്ട് ചെയ്ത സംഭവം ജോമോൻ ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും അത് വർക്കായില്ല. ക്ലൈമാക്സ് ഇപ്പോഴും ഞങ്ങളുടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി സെയിം കണ്ടൻറ്റൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ബസ്സിൽ നിന്ന് ആ കുട്ടീനെ പിടിച്ചിറക്കും, എല്ലാവരും നോക്കി നിൽക്കും. ബസ്സിൻ്റെ അവിടെ അവൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നു, അവളുടെ അമ്മ നോക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ആ കുട്ടീനെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ട്, അമ്മ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വീടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നാലെ വരും. പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഇവരോടുമ്പോൾ അവരും പിന്നാലെ ഓടും. അങ്ങനെ പറഞ്ഞ് അത് വീണ്ടും പോയി ഷൂട്ട് ചെയ്തു. ആ സമയത്ത് ഫസ്റ്റ് അത് ഷൂട്ട് ചെയ്ത് വേറെ ക്യാമറമാനായിരുന്നു. പിന്നെ ജോമോനും ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ഈ സീനും ജാതിക്കത്തോട്ട സോങ്ങും പിന്നെ ഒരു 3-4 സീനും കൂടെ ഷൂട്ട് ചെയ്തു. ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ അതിനുള്ള ഗുണങ്ങളെ കുറിച്ച് പലരും, ഇപ്പം മഹേഷ് നാരായണൻ ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സും സംസാരിച്ചിട്ടുണ്ട്. ഒരു എഡിറ്റർ പ്രൊഡ്യൂസർ ആകുമ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു ഗുണവും ദോഷം എന്താണ്? ദോഷം എനിക്കറിയില്ല. ഗുണം ആയിട്ട് ഉള്ളത്, ഞങ്ങൾ ഇത്രയും പടം ചെയ്തിട്ടും ഒരു പടം ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന പല പടങ്ങളും ഫസ്റ്റ് കട്ട് 4 മണിക്കൂറൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ചെയ്തൊരു പടം 2.5 മണിക്കൂറിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ട് വന്നിട്ടില്ല. ആദ്യം തന്നെ സ്ക്രിപ്റ്റൊക്കെ എഡിറ്റ് ചെയ്യും. ആദ്യം തന്നെ സ്ക്രിപ്റ്റിൽ എഡിറ്റ് ചെയ്യും. സ്ക്രിപ്റ്റിൽ ആവശ്യമില്ലാത്ത സീൻസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ആവശ്യമില്ലാതൊന്നും എടുക്കാറില്ല. ബഡ്ജറ്റിൽ ആവില്ല. ഇനി ഈ വർഷം ഷമീറിനായിട്ട് ഇറങ്ങിയിട്ടുള്ള 2 മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടി ഭാഗമായിട്ട് 2 സിനിമകളുള്ളൂ. ഓസ്ലറും പിന്നെ ടർബോ വരുന്നു. ഓസ്ലറിലെന്ന് പറയുമ്പോൾ ആ സിനിമയിലെ ഏറ്റവും പീക്കായിട്ടൊരു മൊമെന്റ് എന്ന് തന്നെ പറയാം. അതായത് നമുക്ക് തന്നെ കാണിക്കുന്ന ഒരു മൊമെന്റ്. അതെങ്ങനെയാണ് ആ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു ഇന്റർകട്ട് എന്ന് പറയാവുന്ന രീതിയിൽ പറഞ്ഞ പോലെ ജയറാമേട്ടൻ ചാടി ഇറങ്ങുന്നു, നമുക്ക് അതിനെ പുഷ് ചെയ്ത് പോകുന്നു, പിന്നെയും ജയറാമേട്ടനെ കാണിക്കുന്നു, അങ്ങനെ പോകുന്നൊരു സീനാണ്. അതൊരു കൈൻഡ് ഓഫ് ഒരു ഗൂസ് ബം സീനാണ്. അത് പിന്നീട് അങ്ങോട്ടുള്ള സിനിമയുടെ ഒരു ജേണിനെ അത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു സീനാണ്. അത് സിനിമയുടെ വിജയം മൊത്തം ആ ഒരു സീനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അങ്ങനെ ഒരു ആ ഗൂസ് ബം സീനെ എത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഇന്റർകട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജയറാമേട്ടൻ നേരെ വന്ന് റൂമിൽ കയറി അത് കഴിഞ്ഞ് മമ്മൂക്കാടെ ഫുള്ള് കാണിച്ചു, അപ്പോൾ ഈ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഇപ്പോൾ ആരായാലും വേറെ ഏത് എഡിറ്റർ ആയാലും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. അത് സ്ക്രിപ്റ്റിലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എങ്കിലും അത് ഈ പറയുന്ന പോലെ പിന്നെ അങ്ങോട്ടുള്ള ആ സിനിമയുടെ ഒരു ലൈഫ് തന്നെ ആ ഒരു സീനിനെ ബേസ് ചെയ്താൽ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു എഡിറ്റിങ്ങിൽ പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല അതിൽ. ഇനി ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ടർബോയിൽ ആ ചേസ് സീൻ ഷമീറിൻ്റെ നിർബന്ധമായിരുന്നു എന്ന് വൈശാഖേട്ടൻ ഞങ്ങൾക്ക് അന്നൊരു ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈശാഖേട്ടൻ അങ്ങനെ സീൻ വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഷമീർ അതിനത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്? അത് ആ പടം ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ചേസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്.
അതുകൊണ്ട് ഞാൻ അത് വേണം നിർബന്ധം പിടിച്ചേ. എങ്കിൽ എങ്ങനെ ആ ഒരു ജഡ്ജ്മെന്റ് എന്തായിരുന്നു? മമ്മൂക്ക ആയതുകൊണ്ട് ഒരു കുറച്ച് സീൻ വേണം അങ്ങനെ. അല്ല, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റെഫറൻസ് മൊത്തം മറ്റേ ബേബി ഡ്രൈവറും വേറെ കുറേ കൊറിയൻ പടങ്ങളിലേക്ക് ആയിരുന്നു. ഇത് ഫസ്റ്റ് കാണുമ്പോൾ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. ഞാൻ ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാറ് മെല്ലെ ഓടിക്കും. ഈ മെല്ലെ ഓടിക്കുന്ന കാറ് ഇവർ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ആക്കും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് തോന്നാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടും. അപ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ കാറുകൾ ഇങ്ങനെ ഇങ്ങനെ പോകും. പക്ഷേ ഇത് നമുക്ക് കണ്ടറിയാം ഒരിക്കലും റിയൽ അല്ല എന്നുള്ളത്. ടർബോൻ്റെ ഫൈറ്റ് മാസ്റ്ററിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ ഓടിക്കണം എന്ന് പറഞ്ഞു. ഫൈറ്റേഴ്സ് എല്ലാം ഒരു കാറും ഇങ്ങനെ സൈഡിലേക്ക് പോകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞു. ആ ഡ്രൈവേഴ്സ് അത്രയും നന്നായി ഓടിച്ചു. അതിലെല്ലാ കാറും 120 കിലോമീറ്റർ 130 കിലോമീറ്ററാണ് പോയിട്ട് ഇടിക്കുന്നതൊക്കെ. ആ ഒരു തീരുമാനം നമ്മൾ എടുത്തതും അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതാണ് ആ ചേസ് ഇത്ര വൃത്തിയിൽ വന്നത്. അത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന അന്ന് രാത്രി തുടങ്ങിയ അന്ന് തന്നെ അതിലുള്ളൊരു ടെക്നീഷ്യൻ വന്നിട്ട് ഇത് നിങ്ങൾ തീർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ തണ്ണീർമത്തൻ ജനങ്ങളോട് വരുമ്പോഴത്തേക്കും അതിൽ ഗിരീഷ് ഷെഡിയുടെ സിനിമയാണ്. അദ്ദേഹം ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് കയറി വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിലോട്ട് എങ്ങനെയാണ് ഗിരീഷ് ഇത് നിങ്ങൾ പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് എങ്ങനെയാണ് ആ സിനിമ എത്തിയത്? ഗിരീഷ് വന്നത് വിനീത് ചാക്യാരല്ല, വിനീത് വിശ്വം എന്ന് പറഞ്ഞിട്ട് ആക്ടറാണ് പുള്ളി. അവൻ തണ്ണീർമത്തനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥ ഗിരീഷിനുണ്ട് എന്ന് പറഞ്ഞു. ഗിരീഷ് അതിന് മുമ്പ് പല സ്ഥലത്തും പോയിട്ട് ഇത് ചെയിനിൽ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, ആരും കേട്ടിട്ട്. അപ്പോൾ അവൻ മുമ്പ് എന്താ ചെയ്തല്ലോ വെച്ചപ്പോൾ അവനൊരു ഷോർട്ട് ഫിലിം കാണിച്ചു തന്നു. മൂക്കുത്തി ഉണ്ടായിരുന്നു, വിശുദ്ധ അംബ്രോസ് എന്ന് പറഞ്ഞു. ആ രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് കഥ പറഞ്ഞു. അപ്പോൾ ഈ കഥ പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ച് ഒരു ഇതാവും. അത് കഴിഞ്ഞ് ഞാൻ കഥ കേട്ടിട്ട് ഞാൻ നേരെ ജോമോനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജോമോൻ പറഞ്ഞു ആ ഷോർട്ട് ഫിലിം ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ട് ജോമോൻ ജഡ്ജായിരുന്നു. ജോമോൻ അതിന് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പരിപാടി വന്നിട്ട് അങ്ങനെ ജോമോൻ വന്നിട്ട് ജോമോനും കഥ ചെയ്യുന്നു. ഈ കഥ കേട്ട് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്ററോ പരിപാടിയോ അവൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇവൻ ആദ്യം ഫുൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരാ വെച്ചാൽ ഞാൻ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറയുന്നത് വിനീത് ശ്രീനിവാസൻ വരികയാണെങ്കിൽ ഞാൻ ഒരു 60 ലക്ഷം രൂപ വരെ ഇതിന് ഇറക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസക്ക് എന്തായാലും തീരില്ല. അങ്ങനെ ജോമോനാണ് ആൾക്കാരെ വിളിക്കുന്നത്. ജോമോനെ വിളിക്കാൻ ഞാൻ നിർബന്ധിച്ച് ലാസ്റ്റ് ജോമോൻ വിനീതിനെ വിളിക്കുന്നു. വിനീത് പറഞ്ഞു കഥയൊന്നും കേൾക്കണ്ട, ഇങ്ങനെ പരിപാടിയല്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. വിനീത് 8 ദിവസമാണ് ആ പടത്തിൽ അഭിനയിക്കാൻ വന്നത്. അങ്ങനെ വിനീത് വന്നതോടുകൂടി ഈ ഷെബിൻ ബക്കർ അതിൽ വരുന്നു. അങ്ങനെയാണത് തുടങ്ങിയത്. നിങ്ങളെ എക്സ്പെക്ട് ചെയ്തത് ഈ സിനിമ ഇത്രയും വലിയ വിജയമാവും? എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഉണ്ടായിരുന്നു. നിങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങൾ 3 പേർക്കും ഗിരീഷ് ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ഇത് അതുപോലെ ഈ ഷമീർ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഏതെങ്കിലും ഡയറക്ടേഴ്സിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സീൻ ഇപ്പം ഇങ്ങനെ വേണ്ട, ഇങ്ങനെ എടുക്കാം, ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന സാധനം മാറ്റി വെക്കാം, വേറെ എടുക്കാം. അപ്പോൾ ഇതിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ലൈക്ക് നിങ്ങളമ്മ അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? വേറെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് കുറവാണ്, പണ്ട് കുറച്ച് കൂടുതലായിരുന്നു. തുടക്കകാലത്ത് അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നു. സാജിദ് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ സാജിദ് ചെയ്യാം. അപ്പോൾ സാജിദിൻ്റെ എൻ്റെ ചാനലിൽ ഞാനും കൂടെ അവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. സാജിദിൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 2ാമത്തെ കൂടെ ചാർലി കഴിഞ്ഞിട്ട് സാജിദ് ഒരു ഇതിലും ട്രിം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുറേ പറഞ്ഞു നോക്കി, ഒന്നും ഇതാവുണ്ടായപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്ത് പറഞ്ഞു നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടിയിട്ട് കാറിൽ കയറി. അതുവരെ അവൻ എന്താണെന്ന് മനസ്സിലായി, ചായ പിടിക്കാൻ പോകുന്ന വിചാരിച്ച്. പിന്നെ ഞാൻ കാർ എടുത്തിട്ട് പറഞ്ഞാൽ കാർ കൂടി ഇടിക്കാൻ പോകുന്നത്. അപ്പോഴും അവൻ വിശ്വസിച്ചില്ല. അപ്പോൾ അടുത്തൊരു ഹമ്പ് വന്നു. ആ ഹമ്പിൻ്റെ മുകളിൽ ചാടി. അപ്പോൾ ഏറെക്കുറെ പ്രൊഡ്യൂസർക്ക് ഒരു ധാരണയായി ഇത് ശരിക്കും കൊണ്ടിടിക്കുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു എടാ അത് എങ്ങനെയും ഒന്ന് ട്രിം ചെയ്യും, അല്ലെങ്കിൽ ശരിക്കും കൊണ്ടിടിക്കും എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അയാൾ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക 2 സൈഡിൽ വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ട്രിം ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയും വലിയ സാഹചര്യമൊന്നും പോയിട്ടില്ല അതിന് ശേഷം. അതാണ് ഇപ്പോൾ ഒരു എഡിറ്റർ എന്ന രീതിയിൽ വെയർ ടു കട്ട് അല്ലെങ്കിൽ വെൻ ടു കട്ട് എന്നതിന് ഷമീർ കൊടുക്കുന്നൊരു ഇതെന്താണ്? അല്ല, എനിക്ക് ഇപ്പോൾ ഒരു ഷോർട്ടാണ് പറയണമെങ്കിൽ അല്ലെങ്കിൽ സീനാണ് പറയണമെങ്കിൽ
ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് ആ പടത്തിൻ്റെ ഓഡിയൻസ് ആരാന്നുള്ളൊരു ഇതുണ്ടാവും. ചില പടങ്ങൾ ഇപ്പോൾ ഒരു 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത്. ചില പടങ്ങൾ ചെറുപ്പക്കാരായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത്. ചിലതെല്ലാവരും കാണുന്ന ടൈപ്പ് പടങ്ങളുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ ക്ഷമയുണ്ടാവും. പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതി ഉണ്ടാവും. ചില കാര്യങ്ങൾ കൂടുതൽ നേരം കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. ചില സാധനങ്ങൾ കൂടുതൽ നേരം കാണിച്ചാൽ ബോറടിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നോക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. അതിൽ തന്നെ ഈ ഇമോഷൻസ് ഈ പറയുന്ന ഒരു മമ്മൂട്ടിയെ ഇപ്പോൾ ടർബോ റിലേറ്റഡ് തന്നെ മമ്മൂട്ടിയെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ. ഈ ഇമോഷൻസിനെ ഈ പറയുന്ന കൺവേ ചെയ്യുന്നതിൽ ഒരു ആക്ടർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതെ വില്ലൻ്റെ അകത്ത് ഇവർ ചിരിച്ചുകൊണ്ട് കരയുന്ന മൊമെന്റിനെയൊക്കെ ക്രിസ്പ് ആക്കണം അല്ലെങ്കിൽ ഇച്ചിരി അതിന് വിട്ടുകൊടുക്കും. ആ വില്ലൻ്റെ ഷോട്ടിൻ്റെ ക്ലാപ്പ് ബോർഡ് മാത്രമേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷമുള്ളതെല്ലാം ഉണ്ടായത്. ക്യാമറ സൂം ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ ഞാനും അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ണി സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിലൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. അത്ര ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാണ്? നമ്മൾ സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു സിനിമ ഒരുപാട് ആവർത്തി കാണേണ്ടി വരുന്നുണ്ട്. ഷമീർ എഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് ആവർത്തി കണ്ടിട്ടായിരിക്കുമല്ലോ അതിന് കട്ട് ചെയ്ത് പോകും. ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് വർക്കാകില്ല അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയായിരിക്കും? ഇത് ഈ സീൻ ഇവിടെ വർക്കാവോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഒരേ സീൻ നമ്മൾ പല ആവർത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല സീൻസിന് ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സീൻസ് മോശമാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ചില സീൻസ് ഉണ്ടാവും. പല സമയത്തും നമ്മളത് എങ്ങനെ നന്നാക്കാൻ പറ്റും എന്നുള്ളത് നോക്കും. അത് ചില സമയത്ത് നമുക്കത് സക്സസ് ആവും, ചില സമയത്ത് അത് ഇതാവും. കണ്ട് നമുക്ക് ബോറടിക്കൊന്നുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ബോറടി വരാം. ഇല്ല. ഇപ്പോൾ ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ കൂടെ ചെയ്തെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വില്ലൻ ചെയ്തു. ഗ്രാൻഡ് മാസ്റ്റർ കഴിഞ്ഞിട്ട് മിസ്റ്റർ ഫോർഡ്, ഐ ലവ് മീ, ഇതെല്ലാം സ്പോട്ട് എഡിറ്ററായിട്ട് ചെയ്തു. ഐ മീൻ ഒരു എഡിറ്ററായിട്ട് വില്ലനാണ് ഫസ്റ്റ് ഫിലിം. അത് കഴിഞ്ഞ് കോടതി സമക്ഷം ബാലം വക്കീൽ, പിന്നെ ആറാട്ടെത്തി. അപ്പോൾ ആറാട്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതലും ഫൈറ്റാണ് ആ പടത്തിൻ്റെ മെയിനായിട്ട്. അതിൽ ഓഡിയൻസിനെ ഹുക്ക് ചെയ്യുന്നുള്ളത് തന്നെ. പിന്നീട് എപ്പോഴായിരുന്നു തോന്നിയിട്ടുണ്ടോ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഈ ഭാഗം ഇങ്ങനെ വേണോ? അവിടെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പടം റിലീസായതിനു ശേഷം ഒറ്റ പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. എൻ്റെ പടങ്ങൾ എനിക്കങ്ങനെ കാണാനും പറ്റില്ല. കാരണം ഞാനങ്ങനൊരു പടം അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ പോലും അതിലത്തെ പാട്ടോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് ശരിയല്ലെന്ന് തോന്നും. ഇത് ഇനിയും നന്നാക്കായിരുന്നു തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ ഇതോട്ടിൽ ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ കടുവ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ കാപ്പ വരുന്നു. ഇത്തരം ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകളിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഈ പറഞ്ഞ ഞാൻ ഇതായിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ കടുവ എന്ന സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ ചില ട്രോളുകൾ വന്നിരുന്നു. അത് ഞാനൊരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അനമോർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ചപ്പോൾ ക്യാമറയിൽ വന്ന ബ്ലർ അത് പല ആൾക്കാരും പറഞ്ഞത് എഡിറ്റിൽ ഇട്ടതാണ്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ചില തിയേറ്റേഴ്സിൽ പ്രൊജക്ടർ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പടം വരെ നിർത്തിയിട്ടുണ്ട് ഈ സാധനം കണ്ടിട്ട്. കാരണം അത് കുറച്ച് ഓവർഡു ആയി ചെയ്തതാണ്. അതൊരിക്കലും എഡിറ്റിൽ മാറ്റാനും പറ്റില്ല. എഡിറ്റിൽ ഇടാൻ പറ്റും ലെൻസ്. അത് എഡിറ്റിലല്ല, ഗ്രാഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സിൽ ചെയ്തല്ല, അത് ഓൾറെഡി ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധനം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഡിറ്റേഴ്സ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഈ നമ്മുടെ സിനിമകളിൽ തന്നെ കട്ട്സ് എടുത്തിട്ട് ഈ റിതം കട്ട് ചെയ്ത് ഒരുപാട് ഷോർട്സ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാണാറുണ്ട്. കുറേ പേര് അയച്ചു തരും നമുക്ക്. ഞാൻ ചെയ്ത പടത്തിൻ്റെ ഒക്കെ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഞാൻ ഷെയർ ചെയ്യും. ടർബോയുടെ വെച്ച് പാട്ട് വെച്ച് സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് തന്നെ വെച്ചിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഈ ട്രെയിലേഴ്സ് അങ്ങനെ എഡിറ്റ് ചെയ്യാറുണ്ട്. ട്രെയിലർ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ടർബോ. അതിന് മുമ്പ് അധികം ചെയ്യാറില്ല. അതിന് മുമ്പ് കാപ്പയുടെ ചെയ്തു. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അജഗജാന്തരൊക്കെ അങ്ങനെ കുറച്ച് ചെയ്യാറുള്ളൂ. എനിക്ക് മടിയാണ് ട്രെയിലർ ചെയ്യാൻ. എന്തുകൊണ്ടായി? അല്ലെങ്കിൽ ഈ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രെയിലർ ശരിക്കും നല്ല സമയം എടുത്ത് ചെയ്യേണ്ട. കാരണം നമ്മൾ തിയേറ്ററിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ളൊരു ഇൻവിറ്റേഷനാണ് സാധനം. അപ്പോൾ അത്രയും സമയം ഉണ്ടാവാറില്ല. പിന്നെ ഒരു സിനിമ ചെയ്യുന്ന അത്രയും തന്നെ പണിയുണ്ടാവും ചിലപ്പോൾ ട്രെയിലർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ മാക്സിമം അത്രയും കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ മാത്രമേ ചെയ്യാറുള്ളൂ. ശരിക്കും ഒരു 2-2.5 മണിക്കൂർ പടത്തെ 1 മിനിറ്റിൽ ഒതുക്കുക
അങ്ങനെയല്ല, ഒരു പടം മൊത്തം ഒതുക്കലല്ല ട്രെയിലർ എന്ന് പറഞ്ഞാൽ കീ എലമെന്റ്സ് ആൾക്കാർക്ക് തിയേറ്ററിൽ വരാൻ തോന്നുന്ന ഒരു കണ്ടന്റ് നമ്മൾ വിടുക എന്നുള്ളതാണ്. എത്തിക്കുക എന്നുള്ളൊരു സാധനം. ഈ ടർബോൻ്റെ ഞങ്ങൾ ഇതുപോലെ വൈശാഖേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ മൂപ്പര് പറയുണ്ടായി ചില രസകരമായ ചില സീൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വെട്രിവേൽ ഷൺമുഖത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട്. അത് ഫ്ലാഷ് ബാക്ക് അല്ല, അദ്ദേഹത്തിന് ഒരു ബാക്ക് സ്റ്റോറി പറയുന്നൊരു സീനുണ്ട്. അത് എൻ്റെയറിൽ എടുത്ത് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഇതിന്. പിന്നീട് ആ സിനിമ ഇത് എപ്പോഴെങ്കിലും യൂട്യൂബിൽ എവിടെയെങ്കിലും ഇടാം എന്ന രീതിയിലും പറയുകയുണ്ടായി. അപ്പോൾ അത്തരമുള്ള, അതായത് എൻ്റെയർലി ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കിനെ ബിൽഡ് ചെയ്തേക്കാവുന്ന ഒരു സീനായിരുന്നു അതല്ലെങ്കിൽ? ഇല്ല, എനിക്കത് ഒട്ടും വർക്കായില്ല സീൻ. എനിക്കറിയില്ല അത് കറക്റ്റാണോ അല്ലെന്ന് എനിക്കറിയില്ല. ആ സീൻ എന്തായിരുന്നു വെച്ചാൽ, വെട്രിവേൽ ഷൺമുഖം ഇത്രയും ഹെലികോപ്റ്ററിലൊക്കെ ഇത്രയും ആൾക്കാരുടെ കൂടെ അവിടെ വന്നിട്ട് അയാൾ ഈ കഴുത്തൊക്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞിട്ട് അയാൾ ചെറുപ്പത്തിൽ പൈസ ഇല്ലാണ്ട് അലഞ്ഞിരുന്ന കഥയ്ക്കാണ് പറയുന്നത്. എനിക്ക് ആ സീനിൻ്റെ ബിൽഡപ്പ് തന്നെ ആ ഒറ്റ പരിപാടിയിൽ ഇല്ലാണ്ടായ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വാശി പിടിച്ച് ഒഴിവാക്കിയത്. പക്ഷേ രാജ്ബി ഷെട്ടി ഒരു പക്ഷേ രാജ്ബി ഷെട്ടിക്ക് കുറച്ച് വിഷമമായി. ഏറ്റവും സാറ്റിസ്ഫൈ ആ സീൻ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആ സീൻ. പക്ഷെ പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കി. അത് എൻ്റെ വൈശാഖേട്ടൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഞാൻ പറഞ്ഞു വൈശാഖേട്ടൻ തന്നെ കൺവിൻസ് ചെയ്തോളും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു അല്ല, അത് എനിക്ക് മാത്രമല്ല, മമ്മൂക്കാക്കും ഒക്കെ അതൊരു വൈശാഖേട്ടനും ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പം ഞാൻ മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീൻ എടുത്ത് മാറ്റാൻ പറ്റില്ല. കാരണം അത്രയും രാജ്ബി ഷെട്ടി ആ പടം ചെയ്യാൻ കാരണം ആ സീനായിരുന്നു. ആ സീനാണ് ഫസ്റ്റ് കട്ടിയത്. കാരണം ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് വന്ന ആൾ, എനിക്ക് ആ പറയുന്ന കഥയും നമ്മൾ കേൾക്കാത്ത കഥയല്ല, ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് മലയാളത്തിൽ എഴുതിയപ്പോൾ കേൾക്കാൻ രസമുണ്ടായിരുന്നു. അത് തമിഴിൽ അതിൻ്റെ ഡയലോഗ്സും പരിപാടികളൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു വർക്കൗട്ട് ആകാത്ത ഇതായിട്ട് തോന്നി. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴത്തേക്കും ഷമീർ എങ്ങനെയാണ് ഡയറക്ടറിനോട് തന്നെ നേരിട്ട് പറയുമോ അതോ? ഡയറക്ടറോട് തന്നെ നേരിട്ട് പറയും, അല്ലാണ്ട് പിന്നെ ആരോട് പറയാം. കറക്റ്റ് ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് പറയും. അല്ല, അതിങ്ങനെ വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ അങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതാദ്യമേ തന്നെ പറയും. കാരണം എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ് ആ പടം നന്നാവുന്നുള്ളത്. കാരണം അത് നന്നായാലേ എനിക്കും കാര്യമുള്ളൂ, അവർക്കും കാര്യമുള്ളൂ. അത് പറയാനാണ് എന്നെ പൈസ തന്നിട്ട് അവർ എഡിറ്ററായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ലിജോ അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ വൈശാഖ്, മിഥുൻ, ലാസ്റ്റ് ഇപ്പോൾ ജിതിൻ, നവാഗത സംവിധായകർ തൊട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ചില ഫിലിം മേക്കിങ്ങിനുള്ള ചില ഐഡിയാസ് മുമ്പ് പ്ലാൻ ചെയ്തിരുന്നതായിട്ട് ചില ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ കേട്ടു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നോക്കണം, പെട്ടെന്നില്ല, അത് നോക്കണം. ഒരു പ്രത്യേക ഇപ്പോൾ പിച്ചിങ് ഒന്നും തുടങ്ങി? ഇപ്പം ഇല്ലല്ലോ, ഒന്നും തുടങ്ങിയിട്ടില്ല. പുതിയ പ്രൊഡക്ഷനിൽ പുതിയ പടങ്ങൾ എന്തെങ്കിലും വരും? ഒന്നുമില്ല, പ്രൊഡക്ഷൻ തൽക്കാലം നിർത്തിയിരിക്കുക നമ്മൾ. ഈ സിംഗം 3, സൂര്യയുടെ സിംഗം 3 ഫൈറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കനൽക്കണ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലുള്ളതാണ്. കനൽക്കണ്ണൻ്റെ കൂടെ പോയി ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ സലാറിൻ്റെ ഫൈറ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദസറയുടെ ഫൈറ്റ് എഡിറ്റ് ചെയ്യുന്നത്. അത് ഫ്രണ്ട്സ് അൻപർ, അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അങ്ങനെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഫൈറ്റ് മാത്രം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ വിളിക്കുന്നത്? അത് അവർ ഫൈറ്റ് അവിടെ നിന്ന് ഹാർഡ് ഡിസ്കിലാക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചു തരും. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിൽ അയച്ചു കൊടുക്കും. അത് അവിടുത്തെ എഡിറ്റർ അത് മാച്ച് ചെയ്യും. പിന്നെ അവരവരുടെ ചേഞ്ചസ് വേറെ വരുത്തും. അത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫുട്ടേജ് ഉണ്ടാവും. അത് ഇപ്പോൾ ഒരു പടം എഡിറ്റ് ചെയ്യുന്ന പണി ഉണ്ടാവും. കാരണം 20 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു ഫൈറ്റിൻ്റെ ഫുട്ടേജ് ഉണ്ടാവും വലിയ പടങ്ങളുടെ. അപ്പോൾ അത് ഇരുന്ന് സെപ്പറേറ്റ് ഓക്കെ ടേക്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ 20 മണിക്കൂറും ഒക്കെ ഉണ്ടാവും. കാരണം ഫാൻഡത്തിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഷോട്ടിന് നല്ല ലെങ്ത് വരും, 1000 ഫ്രെയിംസിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. അത് നമ്മളൊരു ഓർഡർ ആക്കി, അത് ഫൈനൽ എഡിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഒരുപാട് മാറ്റം വരും അവർ ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ വരുന്ന നെക്സ്റ്റ് പ്രോജക്റ്റുകൾ എന്താ? ആസ് എൻ എഡിറ്റർ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഇപ്പോൾ നടക്കുന്നത് ജോഫിൻ്റെ പടം, പിന്നെ ഹനീഫിൻ്റെ പടം, പിന്നെ മിഥുൻ്റെ വെബ് സീരീസും ആണല്ലേ. ഇതിലിപ്പോൾ മാർക്കോ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ? ഇല്ല, എല്ലാം ഷൂട്ട് തീർന്നുള്ളൂ, എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ജോഫിൻ്റെയും ഇത് 3 എഡിറ്റ് ചെയ്യണം. പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ചർച്ചയിലുണ്ട് സിനിമ. മാർക്കോ എഡിറ്റർ എന്നുള്ളത് എങ്ങനെയാണ്? മാർക്കോ ഫുൾ ആക്ഷൻ പടമാണ്, ടോട്ടലി മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെയാണ്. മോസ്റ്റ് വയലന്റ് മൂവിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊന്ന് ആദ്യം വളരെ കാലത്തിന് ശേഷം ഒരു സ്പിൻ ഓഫ് സിനിമയും വരുന്നത്. അതെ, ഞാൻ അത് കണ്ടിട്ട് ഞാൻ ഹനീഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ട എല്ലാ കൊറിയൻ പടത്തിലും കൂടിയിട്ട് ഇത്രയും വയലൻസ് ഇല്ലെന്ന് പറഞ്ഞു. അത്രയുണ്ട്. അത് വെയിറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ ജോഫിന്റെ മൂവി പ്രീസ്റ്റിൽ നിങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു, അതിനുശേഷം രണ്ടാമത്തെ ജോഫിന്റെ പടം ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. അത് ഒരു രസമുള്ള ജോണറാണ്. അത് ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ആ സിനിമയില് മുമ്പ്
ഷമീർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ട്രോൾസ് അല്ലെങ്കിൽ ഒരു മീം ഒക്കെ വന്നിരുന്നു, ഒരു ക്യാരക്ടറിനെ എയിലൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അത് ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അതായത് സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഓക്കെ, ഇപ്പോൾ എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ചോദിക്കട്ടെ, ഇനി ഈ പറഞ്ഞ പോലെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ എയുടെ ഒരു സാധ്യതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഷമീറിന്? ഒരു ഫുൾ പടം എയിൽ ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ സ്റ്റേജ് ഷോസ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം കറക്റ്റ് കട്ട് പോയിന്റ്സ് നോക്കി കട്ട് ചെയ്യുന്ന ഇതൊക്കെ വന്നിട്ടുണ്ട്. ഫുൾ പടം ചെയ്യുകയാണെങ്കിൽ അത് കാരണം ഞാൻ ഇറങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. ആവുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഈ ചമൻ ചാക്കോ സംഗീത ഇവരൊക്കെ സ്റ്റുഡൻസ് വന്ന് അവിടെ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന് പിന്നെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ലൈക്ക് ഇപ്പോൾ പുതിയ പുതിയ പടങ്ങൾ ചെയ്യുന്നു. ഈ സംഗീതനാണ് അവാർഡും കിട്ടി. പ്രൗഡ് ടീച്ചറിന്റെ ഒരു ഇല്ല, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കില്ല. അവർ വരും, വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഇവിടെ നിന്ന് ചെയ്ത് ഇതാവുന്ന ഒരു എഡിറ്റർ അയാളുടെ വർക്ക് എപ്പോഴാണ് ഏറ്റവും സക്സസ്ഫുൾ ആകുന്നുള്ള രീതിയിൽ, അതായത് പ്രേക്ഷകൻ അതിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അത് പ്രേക്ഷകൻ ശ്രദ്ധിക്കുക പോലെ ആയിരിക്കും. എഡിറ്റിംഗ് ഒന്നും ശ്രദ്ധിക്കാണ്ട പടം നന്നായി ഓടിക്കഴിഞ്ഞാൽ സക്സസ് ആയി. ചില പടങ്ങൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ തല്ലുമാല പോലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ശ്രദ്ധിക്കും. ആ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ട പടമാണ്. അത് നോർമലായിട്ട് എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇത്രയും സക്സസ് ആവില്ല. സാധാരണ ഒരു പടങ്ങൾ ബേസിക്കലി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പടങ്ങൾ എഡിറ്റ് ചെയ്ത് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ശ്രീകർ പ്രസാദ് സാറാണ്. പുള്ളി ഒരിക്കലും ഒരു ഗിമിക്സോ ഒന്നും കാണിക്കാറില്ല. പുള്ളിയുടെ പടത്തിൽ എഡിറ്റിംഗ് ശ്രദ്ധിക്കാറില്ല. പക്ഷേ നിരന്തരം പുള്ളിക്ക് അവാർഡ്സും കിട്ടാറുണ്ട്, പടങ്ങൾ നന്നായി ഓടാറുണ്ട്. അത്തരം ഇതാണ് ഞാൻ അത്തരം ഇതെന്നല്ല ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അതാണ് ഒരു എഡിറ്റിംഗ് എന്നുള്ളതിന്. അതാണ് പടം ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ എഡിറ്റ് ചെയ്യാന്നുള്ള. ഇനിയിപ്പോ എന്താ പറയാ, ARM അജയൻ വരുന്നു, അജയൻ ഹിറ്റായി കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനി വരുന്ന സിനിമകളും അതുപോലെ തന്നെ മാർക്കോ ആൻഡ് രേഖാചിത്രം ഷമീർ എന്ന ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. എത്ര വേണം വരട്ടെ, കാരണം മഹേഷ് നാരായണൻ തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് അഭിനവും ഒക്കെ മികച്ച എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ വലിയൊരു രസകരമായിട്ടുള്ള സിനിമകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഷമീർ എന്ന് പറഞ്ഞ ഡയറക്ടറിന് അത്ര നല്ലൊരു ഗംഭീര സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു.